ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ തായ്നരി സ്കൂളിലേക്കാണ്. അവിടെ ലക്ഷദ്വീപിലെ ആൾക്കാരുടെ കലാപരിപാടികളും ഫുഡ് ഫെസ്റ്റിവലൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ പോയി അതൊക്കെ ഒന്ന് നോക്കാം. നേരെ ഞാൻ ചെന്ന് കയറിയത് നമ്മുടെ ഷമീമ ജമാലിൻ്റെ വീട്ടിലേക്കാണ്. പിന്നെ ലക്ഷദ്വീപിൽ നിന്ന് വന്ന സ്ത്രീകളൊക്കെ ഇന്നലെ അവിടെയായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് നമ്മുടെ ഷമീത്താരെ വീട്ടിൽ നിന്നാണ്. അവർക്ക് വേണ്ട ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്കൂളിൽ നിന്ന് 2 ടീച്ചേഴ്സ് ഫുഡ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ഗസ്റ്റ് വന്നിട്ടുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് അവർ ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ നമ്മളെ നാട്ടിൽ പറയുന്ന പേരായിരിക്കില്ല അവർ പറയുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പേരൊന്നും പഠിക്കാൻ പോയിട്ടില്ല. ഇതൊക്കെ അവിടെ ഉണ്ടായ നമ്മുടെ ഫ്രണ്ട്സാണ്. ഇത് അവരോരോ ഫുഡ് ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മുടെ മമ്മൂക്ക, പിന്നെ ഉനൈസ് മാഷ് തായ്നരി സ്കൂളിലെ മാഷാണ്. പിന്നെ നമ്മുടെ ഹാജർത്ത, നമ്മൾ ഔവീത്ത ഒക്കെ അവരോട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. പിന്നെ അങ്ങനെ നമ്മൾ തായ്നരി സ്കൂളിലേക്ക് പോയി. തായ്നരി സ്കൂളിൽ അതാണ് സ്റ്റേജിൽ പ്രസംഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ കുറേ സ്കൂൾ സ്റ്റുഡൻസ് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിറകിലായിട്ട് കുറേ രക്ഷിതാക്കളും നാട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ടൊക്കെ പോയി ഒന്ന് ജസ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് എടുത്ത്. പിന്നെ ലക്ഷദ്വീപിലെ ഫുഡ് വിഭവങ്ങളൊക്കെ ഇവിടുത്തെ സ്റ്റാളിലേക്ക് എത്തണത്ര, അതിപ്പോൾ കൊണ്ടുവരും. പിന്നെ അങ്ങനെ അവിടെ നമ്മുടെ വൈറൽ സൂഫി ഗായകൻ അലിറാർ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറേ നേരം ഇങ്ങനെ ആസ്വദിച്ചിരുന്നു. അതിന് ശേഷം ഫുഡൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഫുഡ് ഓരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. പലതരം വെറൈറ്റി ഫുഡുകളായിട്ട് ഉള്ളത്. പിന്നെ ഇങ്ങനെ എന്താ പറയുക, ഇത് നല്ല ബൂസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഹൽവയാണ് കേട്ടോ. ഇത് മസാലപ്പൊടി. ഇതെന്താ സംഭവം, പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മറന്നുപോയി. പിന്നെ അങ്ങനെ പലതരം. ഇത് സമൂസ. ഇവരെ ഫുഡ് അധികം മീനെ കൊണ്ടാക്കുന്നതാണ് കേട്ടോ. മീനാണ്. നമ്മളിവിടെ ചിക്കന് ബീഫൊക്കെ അല്ല യൂസ് ചെയ്യില്ല, അവർ മീനാണ് കൂടുതൽ യൂസ് ചെയ്തത്. അത് സിർക്കാണ്. പിന്നെ അത് അച്ചാർ, പിന്നെ മാസുണ്ട്. പിന്നെന്താ പറയുക, പിന്നെ പലതരം അടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ വാങ്ങാൻ ഒരുപാട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ സാധനങ്ങൾ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. വാങ്ങിയവർക്കൊക്കെ നല്ല ടേസ്റ്റാണ് പറയാനുള്ളത്. അങ്ങനെ ഗായകൻ നമ്മളടുത്തേക്ക് എത്തി. എന്താ പറയുക, അവർ ലക്ഷദ്വീപിൽ നിന്ന് വന്നവരല്ലേ, അവരോട് യാത്രയൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക, ഞാനൊരു സെൽഫി എടുത്ത് അവരോട്. നല്ല സ്വഭാവം, നല്ല മനുഷ്യനായിരുന്നു. ഇത് നമ്മുടെ ഷമീത്ത അങ്ങനെ ഇവിടെ എത്തി, സ്ഥലത്തെത്തി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഷമീത്തനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വർഷം നമ്മുടെ ഇവിടെ കൗൺസിലറായിട്ട് ഉണ്ടായ ആളാണ്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയാണ്. പിന്നെ അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഓരോരോ ആൾക്കാരുണ്ട്. പിന്നെ ഉനൈസ് മാഷ്, ഇത് സെമീർ മാഷാണ്, എന്നെ അറബി പഠിപ്പിച്ച മാഷാണ് നമ്മളെ തായ്നരി സ്കൂളിൽ. നല്ല സാറാണ്, നല്ല രീതിയിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവരും കച്ചവടത്തിൻ്റെ തിരക്കിലാണ്, സാധനങ്ങൾ വാങ്ങുന്നത് വിൽക്കുന്നത്. ഇത് നമ്മുടെ ഷാഫിക്ക, ഇതൊക്കെ ക്യാംസീസിൻ്റെ ലീഗിൻ്റെ എല്ലാം നേതാക്കളാണ്. പരിപാടി നല്ല സൂപ്പറായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് എൻ്റെ സ്കൂട്ടി എടുക്കാൻ വന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.